മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റികളിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടെന്ന ലീഗ് നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയെ ഇത്തിൽ കണ്ണികളായി ചിത്രീകരിച്ചുള്ള സുപ്രഭാതത്തിൽ ലേഖനം ലീഗിനുള്ള ഉപദേശമെന്ന് വിലയിരുത്തൽ. ആരുടെയൊക്കെ കൂടെ ചേർന്നാലും ഒറ്റയ്ക്ക് ചിറക് വിരിക്കാൻ ആകുമ്പോൾ മൗദീസിലേക്ക് ജമാഅത്തെ ഇസ്ലാമി ചേക്കേറുമെന്നായിരുന്നു സുപ്രഭാതത്തിലെ ലേഖനം. ജമാഅത്തെ ഇസ്ലാമിയുമായി വർഷങ്ങളുടെ ബന്ധമുണ്ടെന്ന് സാദിഖ് അലി തങ്ങളും ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം കോർഡിനേഷൻ്റെ ഭാഗമാണെന്നും MK മുനീറിൻ്റെയും പ്രസ്താവനകൾക്ക് പിന്നാലെയാണ് സുപ്രഭാതത്തിലെ ലേഖനം പ്രസിദ്ധീകരിച്ചത്. നേതൃത്വം എന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാണ്. അത് ശിഹാബ് തങ്ങളുടെ കാലം മുതൽ, ഹൈദരി ശിഹാബ് തങ്ങളുടെ കാലം മുതൽ, പിന്നെ ഇപ്പം സാദിഖ് അലി തങ്ങളുടെ കാലത്തായാലും ആ കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. അപ്പോൾ അവരുടെ പ്രതിനിധികൾ വരാറുണ്ട്. അപ്പോൾ ആ ബന്ധം കുറെ കാലമായിട്ടുള്ളതാണ്. ജമാഅത്ത് ഇസ്ലാമി ഈ ഒരു നിലപാടെടുത്തതിനെ കുറിച്ച് അവർ തന്നെ പറയുന്നുണ്ട്, അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഫാഷിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിക്ക് വേണ്ടിയാണ്. അവരിപ്പോൾ രാഷ്ട്രീയമായി മാറി. അപ്പം വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ ഐഡിയോളജി വ്യത്യാസമുണ്ട്. പക്ഷെ അതേസമയം അവർക്ക് തീരുമാനിക്കാമല്ലോ ആർക്ക് പിന്തുണ കൊടുക്കണം, ആർക്ക് പിന്തുണ കൊടുക്കണ്ടെന്ന്. അത് അവരുടെ സൗകര്യമല്ലേ. അപ്പൊ അവരിത്രയും കാലം ഇടതുപക്ഷത്തിന് കൊടുത്തു. അപ്പൊ ഞങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലം മുതലുണ്ടെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങളും പറഞ്ഞിരുന്നു. ഇതിനുള്ള മറുപടി എന്നോണം സുപ്രഭാതത്തിൽ വന്ന ലേഖനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സത്യത്തിന്റെയും നന്മയുടെയും ധാർമ്മിക സംഹിതകളില്ലാത്ത ഇത്തിൽക്കണ്ണി രാഷ്ട്രീയങ്ങൾ സുശക്തവും സുദൃഢവുമായ ധാർമ്മിക രാഷ്ട്രീയ സംഹിതകളുടെ കൂട്ടിൽ വന്ന് അവരുടെ വിത്തുവാകാൻ ശ്രമിക്കുന്നത് വേഷം മാറലും ഭാവിയിൽ ഇവയെ കൂടി നശിപ്പിച്ച് കയ്യേറുന്നതിനുമാണെന്നാണ് സുപ്രഭാതത്തിന്റെ വിമർശനം. ജമാഅത്തെ ഇസ്ലാമിയുമായി വർഷങ്ങളുടെ ബന്ധമുണ്ടെന്ന് പറയുന്ന മുസ്ലിം ലീഗിനുള്ള ഉപദേശമായാണ് ഈ ലേഖനം വിലയിരുത്തപ്പെടുന്നത്. രാഷ്ട്രീയ നിഷ്കളങ്കത കൊണ്ടോ രാഷ്ട്രീയ അപക്വത കൊണ്ടോ കൊടികളെല്ലാം കൂട്ടിപ്പിടിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു പങ്കുമില്ലെന്ന് മറക്കരുതെന്നും ലേഖനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുസ്ലിം സംഘടന എന്ന പേരിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇടം കൊടുക്കാൻ തയ്യാറാകുന്ന ലീഗിനോടുള്ള മറുപടിയാണിത്. രാഷ്ട്രീയ ഇടപെടലുകളിൽ പലപ്പോഴും പലരുമായും ചേരുമ്പോൾ സ്വത്വവും ലക്ഷ്യവും മറന്നുള്ള കൂട്ടുകെട്ടാവരുതെന്നും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്നും ലേഖനം ഓർമ്മിപ്പിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് ബന്ധത്തെ നിസ്സാരമായി കാണാനാകില്ല എന്നാണ് സുപ്രഭാതം നൽകുന്ന സന്ദേശം. ജനം, കോഴിക്കോട്.